മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള മാലാ പാർവതി ബി.ജെ.പിയെ വലിയ രീതിയിൽ അമ്മ സംഘടനയുടെ പ്രശ്നത്തിലേക്ക് വലിച്ചുവെച്ചു എന്നുള്ളത് നമ്മളൊക്കെ തന്നെ കണ്ടതാണ്. എന്തോ പണം കൊടുത്ത് സിനിമാക്കാരെ സ്വാധീനിക്കാനൊക്കെ ശ്രമിക്കുന്നു എന്ന തരത്തിലാണല്ലോ അവർ മാധ്യമങ്ങൾക്ക് മുന്നിലേക്കൊക്കെ എത്തിയിട്ടുള്ളത്. ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഈ പറയുന്ന കേരളത്തിലെ വെറും 3.5 കോടി ജനങ്ങളുള്ള ഒരു സ്ഥലത്തെ അമ്മ സംഘടനയിലെ ആളുകളേക്ക് പണം കൊടുത്തൊക്കെ ആളുകളെ ഉണ്ടാക്കേണ്ട ഗതികേട് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കുണ്ടോ? ഒരുപക്ഷെ ഈ കാലഘട്ടത്തില് ഇടതുപക്ഷത്തിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രത്തോളം തകർന്ന് തരിപ്പടായല്ലോ. ഏതായാലും ഇതിനുൾപ്പെടെ ചുട്ട മറുപടിയുമായിട്ട് സുരേഷ് രംഗത്ത് വന്നിട്ടുണ്ട്. ബി.ജെ.പി ഔദ്യോഗികമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. അതിൽ സുരേഷ് ഗോപി എന്ത് ചെയ്യുന്നു എന്നുള്ളതും കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു. എന്തുകൊണ്ട് ബി.ജെ.പിയെ തിരഞ്ഞെടുത്തു എന്നുള്ളതും മാത്രവുമല്ല, സുരേഷ് ഗോപി ഇന്ന് മലയാളികൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതും നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം. ആദ്യം തന്നെ നിങ്ങൾ മറുപടി ഒന്ന് കേട്ടു നോക്കൂ. നിലക്കാരെ വെച്ച് കോടികൾ കൊടുത്ത് സിനിമാക്കാരെ വശത്താക്കേണ്ട ഗതികേട് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ബി.ജെ.പിക്കില്ല. അത് ഈ വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർ ഓർക്കണം. ആരെങ്കിലും ബി.ജെ.പിയിൽ അംഗത്വമെടുക്കുകയും ബി.ജെ.പിയോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സിനിമാ മേഖലയിലും സാഹിത്യ മേഖലയിലുമുള്ളവർ അവർ ബി.ജെ.പിയോടൊപ്പം നിൽക്കുന്നത് ദേശീയതയോടുള്ള താല്പര്യം, നരേന്ദ്രമോദിയുടെ മികവുറ്റ ഭരണത്തിലുള്ള താല്പര്യം, അതോടൊപ്പം തന്നെ ബി.ജെ.പി ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിനോടുള്ള താല്പര്യം, ഇതാണ് സിനിമാ മേഖലയിലും സാംസ്കാരിക മേഖലയിലുമുള്ളവർ ആരെങ്കിലും ബി.ജെ.പിയോടൊപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് നിദാനമായിട്ടുള്ളത്. അങ്ങനെയുള്ള ആൾക്കാരെ പണത്തിൻ്റെയും മറ്റു ഇത്തരത്തിലുള്ള ഇക്കിളിപ്പെടുത്തുന്ന ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവരെ ഇക്കിളിപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള നീചമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അവഹേളിക്കാനും അപമാനിക്കാനും ശ്രമിക്കരുത്. ശ്രീ സുരേഷ് ഗോപി കേരളത്തിലെ സിനിമാ മേഖലയിലുള്ള ആൾക്കാർക്കൊരു ഉദാഹരണമാണ്. അദ്ദേഹം ഇന്ന് സിനിമാ മേഖലയിൽ സജീവമായിട്ട് നിന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് എത്രയോ കോടികൾ ഉണ്ടാക്കാമായിരുന്നു. ആ കോടികളെല്ലാം തൃണവഗണിച്ചുകൊണ്ടാണ് ദേശീയതയ്ക്കൊപ്പം, നരേന്ദ്രമോദിക്കൊപ്പം, ബി.ജെ.പിക്കൊപ്പം സുരേഷ് ഗോപി വരാൻ തയ്യാറായത്. ഇങ്ങനെയുള്ള മാതൃക ഒരു സുരേഷ് ഗോപി മാത്രമല്ല, ഇങ്ങനെയുള്ള മാതൃകകൾ കേരളത്തിലും ഇന്ത്യയിലും നിരവധിയുണ്ട്. അവരെ അപമാനിക്കാൻ ആര് ശ്രമിച്ചാലും അത് വച്ചുപൊറുപ്പിക്കില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടില്ലേ? മാലാ പാർവതിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, ബി.ജെ.പിയെ വലിച്ചേച്ച മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ബി.ജെ.പി ഔദ്യോഗികമായിട്ട് തന്നെ മറുപടി തന്നിരിക്കുന്നത്. പിന്നെ മാലാ പാർവതിയൊക്കെ ഉൾപ്പെടെ വലിയ രീതിയിൽ പണം കൊടുത്തൊക്കെ അങ്ങ് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് വിളിച്ചു പറയുന്നതിൽ കൃത്യമായിട്ടൊരു അജണ്ട ഉണ്ട്. സുരേഷ് ഗോപി ഇന്ന് കേരളത്തിൽ ബി.ജെ.പിയുടെ MP ആണല്ലോ. അദ്ദേഹത്തെ പോലും അത്തരത്തിൽ സ്വാധീനിച്ചു എന്ന് ഒരു പ്രതീതി ഉണ്ടാക്കാൻ ഇത്തരം മറുപടികളിലൂടെയൊക്കെ മാലാ പാർവതി ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യ. മാലാ പാർവതിയും കൂട്ടർക്കൊന്നും ഈ അമ്മയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിലൊന്നും പ്രത്യേകിച്ച് ന്യായമോ തെളിവോ മുന്നോട്ട് വെക്കാനില്ലാത്തത് കൊണ്ട് കേരളത്തിലെ ബി.ജെ.പി വിരുദ്ധ ഒരു ലോബി ഉണ്ടല്ലോ, സിനിമാ മേഖലയിലും അതേപോലെ തന്നെ അല്ലാതെയും ഒക്കെയുള്ള ഒരു ബി.ജെ.പി വിരുദ്ധ ലോബിയുടെ പിന്തുണ കിട്ടാൻ ഈ രംഗത്തിറങ്ങിയിട്ട് ബി.ജെ.പിയെ വലിച്ചേച്ചതാണ് എന്നുള്ളതൊക്കെ സാമാന്യ ബോധമുള്ള സകല ആളുകൾക്കും ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുള്ളതാണ്. പിന്നെ പണം കൊടുത്തു സിനിമാക്കാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് മാലാ പാർവതിയൊക്കെ സകല സിനിമാക്കാരെയും അപമാനിക്കല്ലേ? പണം കൊടുത്താൽ സിനിമാക്കാരെ ഏത് രാഷ്ട്രീയത്തിലേക്ക് വീഴുമെന്നൊക്കെ ഒരു സിനിമാ നടി, രാഷ്ട്രീയ നേതാവായിട്ടുള്ള CPM നേതാവായിട്ടുള്ള മാലാ പാർവതി തന്നെ പറയുന്നത് സിനിമാക്കാരെ അപമാനിക്കുന്നത് കൂടിയല്ലേ? പിന്നെ ഈ സുരേഷ് ഗോപിയൊക്കെ എന്ത് കൊടുത്തിട്ട് എങ്ങനെ സ്വാധീനിക്കാനാ? പണം കൊടുത്തിട്ടോ? അദ്ദേഹം ഇന്നും സിനിമയിലാണെങ്കിൽ അദ്ദേഹം വാങ്ങുന്നതിന്റെ തുകയൊക്കെ ആർക്കെങ്കിലും അളക്കാൻ സാധിക്കുമോ? അദ്ദേഹത്തിനൊക്കെ പണം, ഇത്തരത്തിലുള്ള ആളുകളല്ലേ ഈ സിനിമാ മേഖലയിലുള്ളത്. ഇവരെയൊക്കെ പണം കൊടുത്ത് സ്വാധീനിച്ചു. ശരിക്കും ഇവിടെ കൃത്യമായിട്ട് മാലാ പാർവതിക്ക് അവരുടെ കമ്മ്യൂണിസത്തിന്റെ നെറുകേട് ഈ വിഷയത്തിൽ പോലും എടുത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പണം കൊടുത്തു സ്വാധീനിക്കും.
സുരേഷ് ഗോപിയൊക്കെ ദേശീയത ഉയർത്തിപ്പിടിച്ചിട്ട് അതിന്റെ ആദർശം ഉയർത്തിപ്പിടിച്ചിട്ട പൊളിറ്റിക്സിലേക്ക് എത്തിയത്. അദ്ദേഹമൊക്കെ വലിയ രീതിയിൽ ജനസേവനം ചെയ്ത് മുന്നോട്ട് പോവാ, ഇന്നും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കുക, ഞാൻ ഇവിടെ കൊടുക്കാം. സാധാരണക്കാർക്ക്, കേരളത്തിലെ സാധാരണക്കാർക്ക് വളരെ വലിയ ഗുണമാണ് സുരേഷ് ഗോപി MP ആയതിലൂടെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് പോസ്റ്റാ ഒന്ന് വായിച്ചു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി യൂണിറ്റ് യാഥാർത്ഥ്യമായിരിക്കുന്നു. നിരന്തരമായ ഇടപെടലുകളുടെ ഫലമായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ CSR ഫണ്ടിൽ നിന്നും അനുവദിച്ച 94.84 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഈ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇന്ന് ജൂലൈ 5 ഞായർ രാവിലെ 10 മണിക്ക് ഈ പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ സാധിച്ചതിൽ സന്തോഷം. വാഗ്ദാനങ്ങൾ വെറും വാക്കുകളല്ല, അവ ജനങ്ങൾക്കുള്ള ഉറപ്പാണ്. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാർക്കും പ്രാപ്യമാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ സ്വപ്ന പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകിയ IOCL അധികൃതർക്കും എക്കാലവും കൂടെ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അദ്ദേഹം ഇന്ന് ആശുപത്രിക്ക് വേണ്ടി 94 ലക്ഷം രൂപ ചെലവഴിച്ച് അവിടെ സൗകര്യങ്ങൾ ചെലവഴിച്ചിരിക്കുന്നു. വലിയ രീതിയിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു സാധാരണക്കാർക്ക് വേണ്ടി. ഈ സിനിമാ മേഖലയിൽ പണം കൊടുത്ത് സ്വാധീനിക്കുക എന്നൊക്കെ മാലാ പാർവതി പറയുമ്പോൾ സുരേഷ് ഗോപിയെ പോലും ലക്ഷ്യം വെക്കുന്നുണ്ട്. പിന്നെ സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകളാണ് ഇന്ന് സിനിമാ മേഖലയിൽ നിന്ന് BJPയിലുള്ളത്. അദ്ദേഹത്തിനൊക്കെ പണം കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും BJPയിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ? സാധിക്കൂല. അല്ല, ഇനിയിപ്പോ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയാണോ മാലാ പാർവതിയെ ഉൾപ്പെടെയുള്ള ആളുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്? അങ്ങനെ കൃത്യമായിട്ട് BJP പണം കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോ ഇത്തരത്തിൽ മറുപാർട്ടികൾ ഇവിടെ ചെയ്യുന്നുണ്ടോ? ഏതായാലും രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് അമ്മ എന്ന സംഘടനയിൽ നിന്ന് പണം കൊടുത്തിട്ട് ആളെടുക്കേണ്ട ഗതികേടില്ല എന്നുള്ളത് മാലാ പാർവതി ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായിട്ട് തിരിച്ചറിയണോ? അല്ലെങ്കിലോ എന്ത് പ്രശ്നം നടന്നാലും ഒരു ന്യായവും ഇല്ലാത്ത കുറെ ആളുകളുണ്ട്, ഒരു നീതിയും ഇല്ലാത്ത കുറെ ആളുകള് ഉളുപ്പില്ലാതെ വിളിച്ചു പറയോ BJP അജണ്ട, സംഘപരിവാർ അജണ്ട. ഇത് കേൾക്കുമ്പോഴേക്ക് ഇവിടെ കുറെ മരമൊണ്ണകൾ ഉണ്ടല്ലോ BJP വിരുദ്ധ, അവരിങ്ങോട്ട് ചാടി വീണ് എന്ത് നെറികേട് വിളിച്ചു പറയുന്നവർക്കും അണിനിരക്കും. അത് അറിയുന്നത് കൊണ്ടാണ് ഈ മാലാ പാർവതിയൊക്കെ BJPയെ വലിച്ചേച്ച് ഇതിലേക്ക് ഇട്ടത് എന്നുള്ളതൊക്കെ സകല ബോധമുള്ളവർക്കും ലളിതമാക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത്തരം ആളുകളൊക്കെ തന്നെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ. കേരളത്തിലെ രാഷ്ട്രീയം അതിവേഗം മാറിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഈ BJPയെ വലിച്ചിട്ട് സകലതിനെയും അങ്ങ് എതിർത്ത് തോൽപ്പിക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വലിച്ചേച്ചത് കൊണ്ട് തന്നെ പരാജയപ്പെടാൻ പോകുന്നൊരു രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇത്തരം മാലാ പാർവതിമാർ BJP അമ്മാ പ്രശ്നത്തിലേക്ക് വലിച്ചേച്ച സകല ആളുകളും കൃത്യമായിട്ട് തന്നെ അങ്ങ് തിരിച്ചറിഞ്ഞോളൂ.